എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ്. എന്താണ് ഈ ഒരു ബിസിനസ് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ട്രെൻഡായിട്ടുണ്ട് ചായ, ഇറാനി ചായ, അതുപോലെ ബണ്ണൊക്കെ. അതുപോലെ നമ്മൾക്കും ചായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എങ്ങനെ ഈ ഒരു ചായ ബിസിനസ് വളരെയധികം പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സിലോട്ട് മാറ്റാൻ പറ്റും? ചായ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ മലയാളീസൊക്കെ ഭയങ്കര അഡിക്റ്റ് ഉള്ള ആൾക്കാരാണല്ലേ. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവണം. എന്നിരുന്നാലും മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലോട്ട് മാറ്റാൻ പറ്റുന്നത്, നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ കിട്ടുന്നത്. അതായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളിപ്പോൾ ഒരു ചായ ബിസിനസ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റീസ് ഓഫ് ചായ ട്രൈ ചെയ്യാം. അതായത് ചായ തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ചായ, ചോക്ലേറ്റ് ചായ, കദമൻ ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ട്. അപ്പോൾ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പ് ചായ കൂടി നമ്മുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാം. ചായ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു എക്സ്പെൻസ് വരുന്നില്ല. ചെറിയ തട്ടുകട റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വെറൈറ്റി ഓഫ് ചായ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയുള്ള ഐറ്റംസ് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചുകൂടി നല്ല അടിപൊളിയായുള്ള ട്രെൻഡിങ് ആയുള്ള കടികൾ കൂടി കൊടുക്കാം, എണ്ണക്കടികൾ കൂടി കൊടുക്കാം. പരിപ്പ് വട, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള മായങ്ങളൊന്നും ഇല്ലാത്ത ഐറ്റംസ് കൊടുക്കാം. എല്ലാവർക്കും പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മായങ്ങളാണ്, ചീത്ത എണ്ണയാണെന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് മടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു പേടിയാണ്, അയ്യോ മോശം എണ്ണയിലായിരിക്കുമോ ഈ കടികളൊക്കെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല നീറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഡിമാൻഡാവും കേട്ടോ ഈ ഒരു ചായ എണ്ണക്കടികളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലൈവ് കുക്കിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള മോശമായിട്ടുള്ള നമുക്ക് ഹെൽത്തി അല്ലാത്ത ഓയിൽസൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യാം. അതും അത്യാവശ്യം റീയൂസ് അങ്ങനെ ഒരുപാട് ചെയ്യാതിരിക്കാം. അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഇത് ഹെൽത്തി ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കച്ചവടം വളരെയധികം പെട്ടെന്ന് ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചായ ഐഡിയ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഐഡിയാസ് ഒന്ന് നോക്കുക. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു അടിപൊളി ചായ. അതുപോലെ വെറൈറ്റി ഓഫ് ചായയും നല്ല ലൈവായിട്ടുള്ള കടികളും നീറ്റായിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. കാശ് കുറച്ച് കൂട്ടിയാലും ആൾക്കാർക്കത് പ്രശ്നമായിരിക്കില്ല. നമ്മൾക്ക് വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റിയെങ്കിൽ കാശ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നതിന് എന്താല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.